LDF യോഗം ഈ മാസം തന്നെ ചേരും. ഒടുവിൽ അതിന് തീരുമാനമായി കേട്ടോ. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീയതി തീരുമാനിക്കും. LDF യോഗം വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് CPI CPM-ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉപനേതാവ് പദവിയെ ചൊല്ലി CPM CPI തർക്കം രൂക്ഷമായതോടെയാണ് യോഗം വിളിക്കാൻ കഴിയാതിരുന്നത്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, അങ്ങനെ ആ മഞ്ഞുരുകുകയാണോ? പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-CPM തമ്മിലുള്ള ശീതസമരമായിരുന്നു LDF യോഗം വിളിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിപ്പോൾ അത് അവസാനിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒരുമിച്ച് LDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന സൂചനയാണോ? പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിന്ന് CPI മുന്നോട്ടാണോ? എന്താണ് ലഭിക്കുന്ന സൂചന? അരുൺകുമാർ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം CPI നേതാക്കളെ ബന്ധപ്പെട്ട് LDF യോഗം വിളിക്കണം, നിങ്ങൾ അതിൽ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ CPI നേതാക്കൾ നൽകിയ മറുപടി LDF യോഗം വിളിച്ചോളൂ, ആ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും. LDF യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് ഞങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ല. LDF യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരും എന്നതുകൊണ്ട് നിങ്ങൾ വിളിക്കാതിരുന്നതല്ലേ എന്ന മറുപടിയാണ് CPI നേതാക്കൾ നൽകിയത്. അതുകൊണ്ട് യോഗം വിളിച്ചാൽ യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ സമയത്ത് പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് CPIM അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി CPI ഈ കാര്യം LDF യോഗത്തിൽ ഉന്നയിക്കാതിരിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഒപ്പം CPI നേതാക്കൾ പറഞ്ഞത് പാർലമെന്ററി പാർട്ടി യോഗം, അതായത് നിയമസഭ ചേരുന്ന സമയത്ത് MLA-മാരുടെ യോഗം വിളിക്കണമെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടണം എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യോഗം വിളിക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മറ്റു പാർട്ടികൾ യോഗം വിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇന്ന് ചേരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ന് LDF യോഗം വിളിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമാകും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ യോഗം വിളിക്കുക എന്ന തീരുമാനത്തിലാണ് എത്തുക. ഇനി യോഗത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കത്തിൽ തീരുമാനം ഉപേക്ഷിച്ച് ചർച്ചകൾ നടത്താനുള്ള ഒരു നീക്കം കൂടി CPIM നടത്തുന്നുണ്ട്. ആ നടത്തുക എന്ന് പറഞ്ഞാൽ ഉപനേതാവ് സ്ഥാനം കൊടുത്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നതല്ല, കൊടുക്കാതെ അത് CPIM എടുത്തിട്ട് CPIയെ ഒപ്പം കൊണ്ടുപോവുക എന്നത് മാത്രമാണ് CPIM-ന്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ വഴി. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വിശദമായ ഒരു LDF യോഗം ചേരാൻ പോകുന്നു. ആകെ ഒരു തവണയാണ് യോഗം ചേർന്നത്. അത് പിന്നീട് വിശദമായ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. താങ്ക് യു റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റഹീസ്.